ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സൃഷ്ടി സ്ഥിതി സംഹാരം നിലയ്ക്കാത്ത ഒരു വൃത്തമാണ്. ദേവിയാകുന്ന മഹാശക്തി, ആ ബിന്ദുവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അവിടെയാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. കാരണം അവിടെ ചെന്ന് തന്നെയാണ് എല്ലാം ഒടുങ്ങുന്നതും. ആ ശക്തി സ്വരൂപിണിയാണ് ദുർഗയെ ആദ്യത്തെ 3 ദിവസങ്ങളിലും, ലക്ഷ്മിയെ അടുത്ത 3 ദിവസങ്ങളിലും, സരസ്വതിയെ അവസാനത്തെ 3 ദിവസങ്ങളിലും നമ്മൾ നവരാത്രി പൂജയുടെ ഭാഗമായി ആരാധിക്കുന്നത്. ഈ 3 ദേവീരൂപങ്ങൾ തമസ്, രജസ്, സത്വം എന്നീ ത്രിഗുണങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. ഈ 3 ഗുണങ്ങളും സന്തുലമായി വർത്തിച്ചാലേ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും സന്തുലിത കൈവരിക്കുകയുള്ളൂ. 3 ചെറുപ്പക്കാരോട് നടന്നു പോവാണ്. പകലൊരു കള്ളനുണ്ട്. ഒരു പെണ്ണ് ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്നു പോവുക. പെട്ടെന്ന് വലിച്ച് വണ്ടിയിൽ കയറ്റി ഒരു പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ആഭരണമൊക്കെ എടുത്തിട്ട് അവളെ പീഡിപ്പിച്ചിട്ട് കൊല്ലാന്നുള്ള തീരുമാനമായിരുന്നു. ആഭരണമെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, നിനക്ക് ആഭരണം കിട്ടിയല്ലോ, കൊല്ലല്ലേ, മുറി അടച്ചിട്ട് നമുക്ക് പോവാം. അവളുടെ വായെന്ന് കെട്ടി അടച്ചിട്ടിട്ട് നമുക്ക് പോവാം. ശരി, അയാൾ പറഞ്ഞ പോലെ വായം കെട്ടി മുറി അടച്ചിട്ട് 3 പേരും ഇറങ്ങി. മൂന്നാമത്തെ ആൾ കുറേ ഇവിടെ തന്നെ കുറച്ച് നടന്ന് തിരിച്ച് വന്ന് കഥ തുറന്ന് ഈ പെൺകുട്ടിയെ കെട്ടിയെടുത്ത് വാഴിച്ചിട്ട് ഈ പെൺകുട്ടിയെ മറ്റുള്ളവരാരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവിടം വരെ കൊണ്ടുപോയി മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച് അപകടപ്പെടുത്താതെ അവിടെ വീട് അന്വേഷിച്ച് വീട്ടിൻ്റെ വാതിൽ വരെ എത്തിച്ച്. പിന്നെ വീട്ടിൽ കയറുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാണ്. പക്ഷേ സ്ത്രീ വരുന്നു, എന്നെ നിങ്ങൾ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നല്ലോ, ആ ബന്ധനത്തിൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്നു, പക്ഷേ നിങ്ങൾ വരൂ, അകത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് മറ്റുള്ളവരെന്നെ രക്ഷിച്ചാലും പരിചയപ്പെടുത്താം. ഇല്ല, ഞാൻ അകത്തോട്ട് വരത്തില്ല, ഇവിടം വരെ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. വഴി കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിൽ ഓരോ ജീവനും 3 ഗുണങ്ങളുണ്ട്. ചില വ്യക്തികളിൽ സത്വഗുണമായിരിക്കും അധികം. അങ്ങനെയുള്ള വ്യക്തികൾ ശാന്തരും തൃപ്തരും ധാർമ്മികരുമായിരിക്കും. രജോഗുണം കൂടുതലുള്ളവർ കർമ്മത്തിൽ കൂടുതലും അവർ ആസക്തരായിരിക്കും. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവരും വികാരജീവികളുമായിരിക്കും. ഈ കഥയിലെ കൊള്ളക്കാരനെ പോലെയുള്ള ആൾക്കാർ തമോ ഗുണം കൂടിയവരാണ്. അവർക്ക് വിവേകശക്തി ഒട്ടും തന്നെ ഉണ്ടാകില്ല. മറ്റുള്ളവർക്കും തനിക്ക് നാശം വരുത്തുന്നതായിരിക്കും അവരുടെ പ്രവൃത്തി. അതാണ് ആ കള്ളൻ ആഭരണമെല്ലാം എടുത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. രജസ് കുറച്ചുകൂടി വിവേകമുണ്ട്. നീ കൊല്ലണ്ട, നിനക്ക് ആഭരണം കിട്ടിക്കഴിഞ്ഞു, ഒരു കാര്യം ബന്ധിപ്പിച്ചിടുന്നു. രജസ് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. സത്വം എന്ന് പറയുന്നത് അതിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ലക്ഷ്യം വരെ ചൂണ്ടിക്കാണിക്കണം, വഴി വരെ കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് സത്വഗുണമെന്ന് വെച്ചാൽ വഴി ചൂണ്ടിക്കാണിക്കും, നമ്മളാണ് അവിടത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കർത്തവ്യമാണ്. പിന്നെ നമുക്ക് പോകാൻ വിഷമമില്ല. ഈ ഇടവഴി പോകുമ്പോഴാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. വഴി കൂടെ പോകുമ്പോൾ ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിച്ച് പോകാം. രജസ് ആവശ്യമാണ്. അതിനെ കൊണ്ടുവന്ന് ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിന് വേണ്ടതിനെ പരിപാലിക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ലക്ഷ്യത്തേക്ക് എത്തുന്നു. ഭൗതികമായ വിജയമായാലും ആത്മീയ വിജയവും അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള തത്വമാണ് ഇതിൽ 3ലും വരുന്നത്. നമ്മളൊരു എക്സിബിഷൻ കാണാൻ പോകുന്നെന്ന് ചിന്തിക്കുക. അവിടെ 3 മുറിയുള്ള ഒരു സ്ഥലം സെപ്പറേറ്റ് ഉണ്ട്. ആദ്യത്തെ മുറിയിൽ മഹാപുരുഷന്മാരുടെയും മഹർഷിമാരുടെയും ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും
അങ്ങനെ എല്ലാ മഹാത്മാക്കളുടെയും ചിത്രങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്ന് അടുത്ത മുറിയിൽ ദേശഭക്തന്മാരുടെയും വീരന്മാരുടെയും വീരചരമം പ്രാപിച്ച സൈന്യമേധാവികളുടെയും ഫോട്ടോകളും ജീവിതത്തിലുണ്ടായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ മനസ്സിന് താഴ്ന്ന വിചാരങ്ങൾ ഉണർത്തുന്ന വിധത്തിലുള്ള ഫോട്ടോകളും അങ്ങനെയുള്ള പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഈ മുറികൾ ഒന്നൊന്നായി സന്ദർശിക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എങ്ങനെയുള്ളവയായിരിക്കും. ആദ്യത്തെ മുറി കയറി അവിടെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ മഹത്വവും ത്യാഗവും തപസ്സും നിസ്വാർത്ഥ സ്നേഹവും കാരുണ്യവും ഒക്കെ ഓർക്കും. അതുമായി മനസ്സ് താതാത്മ്യം പ്രാപിക്കും, ശാന്തമാകും. അങ്ങനെ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടും. അടുത്ത മുറിയിലെ ചിത്രങ്ങൾ കാണുമ്പോൾ അവരെ പോലെ ധീരന്മാരാകണം, രാജ്യത്തിന് വേണ്ടി പടപെറണം എന്നൊക്കെ തോന്നും. എന്നാൽ അവസാനത്തെ മുറി കയറുമ്പോഴോ മനസ്സാകെ അസ്വസ്ഥവും പ്രക്ഷുബ്ധവും ആകും. ആകെ കലങ്ങിപ്പോവും, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ മനസ്സ് വിട്ടുപോകും. മനസ്സിലുണ്ടായിരുന്ന സമാധാനം കൂടി ഇല്ലാതായി എവിടേക്കോ മനസ്സിനെ കൊണ്ടുപോകും നമ്മളെ. ഇതുപോലെയാണ് തൃണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവ മൂന്നിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ജീവിതം കല്ലും മുള്ളും ചെളിക്കുണ്ടും മാത്രം നിറഞ്ഞതാകും. ശാരീരികവും മാനസികമായ രോഗങ്ങൾ പിടിപെടും. മനസ്സും ബുദ്ധിയും ശരീരവും വേണ്ട വിധത്തിൽ വേഗപൂർവ്വം സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയാതാകും. ജീവിതം ദുരിതപൂർണമാകും. സമ്പത്തും സൗഭാഗ്യമൊക്കെ ഉണ്ടെങ്കിലും അവന് വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കാൻ, അതിനനുസരിച്ച് സന്തോഷിക്കാനോ ആസ്വദിക്കാനോ കഴിയാതാകും. ജീവിത വിജയം നേടുവാനും സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനും സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങളെ സന്തുലിതമായി ചേർത്ത് കൊണ്ടുപോകണം. എന്നാൽ ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ത്രിഗുണങ്ങൾക്കപ്പുറം പോയാലേ ആത്മസാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ. അതാണ് 10ാം ദിവസമായ വിജയദശമി സൂചിപ്പിക്കുന്നത്.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. So there are a few questions. I will try my best to answer these questions. So the first one is Leonie, Belgium. The question is, Amma gives the example of living in the world like floating on a boat on the sea without letting the water come into the boat. More and more I find it difficult to manage this, especially during challenging times such as COVID. I do my daily sadhana, but I do not feel like it is enough unless I am with Amma or at the summit. Do you have any tips that can help me? So my response to your question is, the original example in Amma's words is like this: the boat can be in the water, but if water enters into the boat, it will sink. Similarly, you can live in the world, but don't let the world enter your mind. Wherever you are, you should make sure that other desires don't seep into your mind. This is the whole example. The above example is almost an illustration of the ultimate state of existence or self-realization, the state where Amma is permanently established. As for spiritual seekers and people who wish to continue living in the world, trying to translate spiritual principles in their daily life while engaged in performing duty towards society, family, profession, etc., they may not be able to practice this fully. Whatever little you can do, just focus on that and just don't worry about it. Whatever little you can offer, that's what Amma always says. Always think what I can offer to society. Even if it is a small bit, you may think that it is insignificant, but that's okay. Just do whatever you can. I'm not saying that you shouldn't try to attain the ultimate state or it is impossible, but it is not easy, of course. Nothing is easy in this world. Therefore, a more suitable method for you is to follow the middle path as described in the Bhagavad Gita. Chapter 6, verse 17. But those who are moderate in eating and recreation, balanced in work and regulated in sleep, can mitigate all sorrows by pursuing the spiritual path. The only what you need to practice is balancing or a balanced life. Don't think about self-realization, the boat example and all those things. I mean, those are very significant. But at the same time, if you can lead a balanced life, at least if you can practice or try to lead a balanced life, never go to the extremes. Stay in the middle. I will give an example. Watch a tightrope walker performing. He's not still. If you watch him closely, the tightrope walker is not still. He keeps moving sidewards. Sometimes his body moves slightly towards the left. Immediately he regains the balance. Then you see his body tilting slightly towards the right. Again he regains balance instantaneously. Each time his body tilts either towards the left or right. It's fear. There is fear. The moment he regains his balance, when he is the center, that moment is the moment of fearlessness. And that moment is the moment of balancing. So, if you ask, is he afraid? Yes, he is. Only when he tilts slightly towards the left and when he tilts slightly towards the right, fear arises. In the middle, there is no fear.
The thing is, his focus is not on fear but on balancing. To be in the center. Otherwise, he will fall. In the world also, it's the same principle. You always remain in the center. Suppose, can I drink tea? Or can I drink coffee? Yes, of course you can drink coffee. What is wrong with it? But you cannot drink 25 cups of coffee, strong coffee every day. You can have maybe 2, maximum 3. Can I have junk food or suppose pizza? I want to eat pizza or burger. You can, but don't make that your daily diet. That's not good for your health. See, everything in life, that's the fall. When you move to too much, that's the danger, that's the fear. Similarly, as long as we are engaged in worldly activities, there is fear, there is worry. As I said before, there is a little bit of worry and that helps sometimes. I mean, worry means fear. It's just, there are so many words, but it's just the fundamental thing. Grief. Grief is the fundamental thing. And if you call it sorrow, fear, depression, hatred, jealousy, they're all offshoots of grief. So likewise, when you say fear, worry is there. Worry must be there. But only if you choose to be on the right or left. You can spend, fine. But if you become a spendthrift, that's dangerous. You are moving either to the left or the right. So focus on the middle. It's very simple. A person pursues the middle path will always be cautious. That is most important. Because we have to be cautious, we have to be alert everywhere. Suppose you're working for a company. Leonie, suppose you're working for a company. Can you exercise too much freedom there? Can you remain lazy, idle? You have to be alert. You have to be cautious. While signing the documents, while typing something, while talking to your boss or your colleagues, your co-workers. So the world is like that. You have to be cautious, whether it is at home or in society, wherever you are.